ഹായ് ഗൈസ്, നമ്മളെ ശിഷ്യനാണെന്ന് തെളിയിപ്പിക്കാനുള്ള പരിപാടിയാണ്. ചെയ് അവരാധം വിളിച്ച് ഞാൻ കൊല്ലുമെന്ന്. എല്ലാം തയ്ക്കണം. നീ ആദ്യം മെഷീൻ വെച്ച് നീ എത്തി ആപ്പ് കേട്ടല്ലേ? നീ എന്തിനു കാണിക്കും? നീ കാണൂല. നീ ആ സമയം കൊണ്ട് കൂടുതൽ മാപ്പറാൻ കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്താണ് എന്നെ വിളിക്കാതെ ഗർജനത്താടി തേടി പിടിച്ച് അല്ല. എന്റെ മാമൻ്റെ കൂടെ ഇന്നലെ വെട്ടിയ മാമൻ്റെ കൂടെ ചോദിച്ചിട്ട് മാമ മുറുക്കാൻ തിന്നാ എന്റെ ചെവിയുടെ സൈഡ് വെട്ടി അറുത്തിട്ട് അത് കണക്ക് താടിയുടെ സൈഡ് ഞാൻ മുറുക്കാൻ പോലും നിന്നിട്ടില്ല. കോഴിനെ അറുക്കാൻ വേണ്ടി വെള്ളം കൊറ. ഇവിടെ എന്റെ ഈ വലസൊന്നുമില്ല. ആ തുമ്പ് നൈസായിട്ട് നീ ശകലം വെട്ടി കളഞ്ഞാ മതി. എടാ കൊച്ചു മെഷീയുടെ ചെറിയൊരു കൊത്തുപത്രായി ചെറുതാ നൈസായിട്ട് അവരോട് കേറല്ലേ. അതാണ് ഈ ഇറച്ചിനെ ഇങ്ങനെ വെട്ടി അത് കത്തിരിക്ക ഉണ്ടാക്കിയാൽ മതി. അതാണ് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വെട്ടിയിടാം. അവിടത്തെ വെട്ടിയോടാ, ഈ ഏറ്റിന്റെ വെട്ടിയോടാ എടുക്കാ. ഇതല്ലേ മിക്കവാറും ചപ്പനായി വിടുന്ന തോന്നുന്നു. ഈ സൈഡ് കത്തിക്കണം, വിഷയം വെക്കണം. ഇതും കൂടെ എടുത്ത് കളേ. അത് ഈ ഇറച്ചി നീ സൈഡ് കണ്ടാ നിന്റെ കണ്ണിന് പൊക്കല. അതുകൊണ്ട് ഇവിടെ നോക്ക്. അത് ആ ഇറച്ചി ഇങ്ങനെ മൊത്തം പിടിക്കടാ. കത്തിരി ഇങ്ങനെ പിടിക്കും, അത് വാക്കാകും. കണ്ട അത് ഇറച്ചി മാത്രം. നാളെ സമയത്ത് ഗൾഫിൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് 10 നാട്ടുകാരെങ്കിലും ചോദിക്കണം ഞാൻ കത്തിരി തന്നിട്ട് അവൻ വിളിക്കാറുണ്ടാകുന്നു. എന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട് ഇപ്പോഴേ. നമ്മളെ കൂട്ടുകാരന്മാർ ഗൾഫിൽ പോയിട്ട് വിളിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സ്ട്രേറ്റ് പിടി കത്രിക നല്ലോണം. കത്രികയില കത്തി നല്ല സ്ട്രേറ്റ് പിടി. സ്ട്രേറ്റ് മതി, വളവ് വേണ്ട. കൊരവള്ളി ജെല്ലണെങ്കിൽ തേക്കണ്ട. ഇങ്ങനെ ഈ സാധനം എറുപ്പ് വരണ്ടാ. ഇത് കണ്ടോടാ ഇറക്കാം എളുകയില്ല. കത്രിക തിരിച്ചു വിടി. ഇതിപ്പോ നിന്റെ മുമ്പ് ഇത് ഞാനല്ല, ഒരു കസ്റ്റമറാണ് ഇരിക്കുന്ന രീതിയിൽ ചെയ്യടാ കഴുത. ഒരച്ച് ചെയ്യടാ കഴുത. ഇനി അടുത്ത വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിന്റെ എന്താണ് കാല് കളയാനുള്ള പരിപാടിയോ? ഇങ്ങനെ ചെയ്യണം. ഞാൻ ഒരാൾ പല നടക്കാനും ഉണ്ടായിക്കൊള്ളണം. അതാണ് ഒരു പണിക്കാരന്റെ കഴിവ്. അല്ലാതെ നിന്റെ ഇഷ്ടത്തിൽ ചെയ്യരുത്. ഇങ്ങോട്ട് വാ. അതെ ഇങ്ങനെ ഇത് കണ്ടോ, ആ മിഷി എടുത്ത ആ കൊച്ചു മിഷി എടുത്താണ്ടോ എടു. ഞാൻ ഈ മിഷിയുടെ വാങ്ങി കടിച്ചൊടിക്കുക. ഒന്ന് ചെറുതോടെ നൈസായിട്ട് കൊത്തി കൊടുത്താ തിരിച്ച് ഞാൻ വെച്ച അറിഞ്ഞേ തിരിച്ച് കൊത്തറ. തിരിച്ചു വേടാ മിഷീനെ ഇങ്ങനെ. നിന്റെ വാക്ക് പറയാം, എനിക്കതാണ് വാക്ക്. അല്ലെ തിരിച്ച് അവിടെ ഇങ്ങനെ അതെ അവിടെ തിരിച്ച് ഇങ്ങനെ അങ്ങനെ ഒരാൾ കേടല്ലേ. തിരിച്ച് ഒരു ഒരാളെ കൊത്തും എന്നിട്ട് കത്തി വയ്ക്കാനാണ്. ഓക്കെ എന്നിട്ട് കത്തി വെച്ചോടാ. നൈസായിട്ട് ഇറക്കി കൊടുക്കല്ലേ.
തൂക്കണം. മീശ കുറയ്ക്കണം. അയ്യോ അല്ല പൊന്നേ. ഇവിടെ ഉണ്ടല്ലേ. പിന്നെ ഇവിടെ ഇങ്ങനെ ചരിച്ചിറങ്ങിക്കോണം. ഓഫ് ചെയ്താലേ. അത് ചെയ്യും. നിങ്ങളെ പണിയെടുപ്പിച്ച ആൾക്കാർ മൊത്തം വല്ല വേങ്ങോട്ടൊക്കെ തീപ്പട്ടിപ്പടം പുറകൊക്കെ നടന്ന സമയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വേണ്ട, അവരൊക്കെ കമ്പനി കൂടിയപ്പോഴേ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഞാൻ ലൈവ് ഇടുന്നത്. ഞാൻ എത്ര പേരെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? പഠിപ്പിച്ചിട്ടുണ്ടോ പണി? ഞാൻ കത്തിലെടുത്തത് കുറെ പേര് കയ്യാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാരും വിളിക്കും കൃത്യസമയത്ത്, മാസം തോറേ. ഇപ്പൊ നേരത്തെ ഒരു കോണ്ടാക്ട് വന്നതേ ഉള്ളൂ എനിക്ക്. ആശാനെ എവിടെ നിൽക്കണം? അതല്ലേ പറഞ്ഞ ഇത് മതി, ഇത് കൊള്ളാം, അതി വൃത്തിയാണ്, ഇത് മതി ബസ് മതി, ഇത് കൊള്ളാം, ഇത് മതി. ഇങ്ങോട്ട് വേറെ ഇതായിരുന്നു. നാളെ ഇവിടെ ആരാ സ്ട്രൈറ്റ് ചെയ്യണേ? മാപ്പിളിയാണെ അത് ചെയ്യും. ഇതിന്റെ കപട വാക്കടണ്ടല്ലേ. ഇതിന്റെ ആദ്യം മെഷീനൊരു കൊത്തു തീർന്നു സ്ട്രൈറ്റ്, പക്ക സ്ട്രൈറ്റ് ചെയ്യണേ. കാരണം ഇവിടെ ചെയ്ത അതേ കണക്കിനെ കിട്ടണം. പക്ഷെ ഇവിടെ ഓംലൈൻ അങ്ങനെ ആക്കിയിരിക്കില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കേട് ഇതാണ് ഈ സാധനം കിട്ടിയാൽ ഒരു സൈഡിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ സൈഡ് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അവര് പൊട്ടി. കത്തിട്ടാണ് നിന്നെ നോക്കട്ട്. നീ ഇന്ന് പൊളിയും ഇന്നല്ല, ഇത് കഴിയുമ്പോഴത്തേക്കും മിക്കാതെ എന്നെ നീ പൊളിക്കുന്ന തോന്നി കടയ്ക്കാതൊന്നും വെളിയിലോട്ട് പോച്ചിടും. നീ പതുക്കെ പിടി. ഇതിപ്പം മെയിനായിട്ട് ഈ ഗൾഫിലുണ്ടല്ലോ, ഗൾഫിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് കമ്പനി അവിടെ ഉണ്ട്. യുവമാരെ കമ്പനിയിലൊക്കെ ആ കോണ്ടാക്ട് മൊത്തം എൻ്റെ നിന്ന് പോയി. കേരള പറ്റാത്ത രീതിയിൽ സത്യം പറഞ്ഞ അറബിക്കഥയിൽ അവരെല്ലാം കുപ്പിന്ന് ഭൂതത്തിനാണ് കായിപ്പോയി. കേരള പണിന്റെ വഴിയും മറന്നുപോയി. കേരള പണിന്റെ വഴിയും മറന്നുപോയി. ഇങ്ങനെ പോയിന്റ് ഏടാ. ആ മിഷൻ ഈ കണക്ക് നോക്കണം. ഈ ചെവിയുടെ ആറ്റ് കണ്ടല്ലേ, ഈ ആറ്റ് കണക്കാക്കി അവിടെ ഒരു കൊത്തു തീർത്തണം കിണിക്കണം. ഇവിടെ ഞാനായിട്ട് കൊള്ളാം, വേറെ പണിക്കാരനെ നോക്കാനായിട്ട് അടിച്ചതിന്റെ ആന്തരികം നീ ഇവിടെ ചെയ്തു. ഞങ്ങൾ ചെയ്താൽ മതി. വരതാ ഇട്ട് വെച്ച് ഇവിടെ നിങ്ങളെല്ലാം പോയിന്റ് പോയിരുന്ന ഈ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. കഴ ലോക കഴക്കോ. ഈ ബീച്ചിനെ ഏറ്റവും നോക്കിക്കണോ? കണ്ട അത് കറക്റ്റ് ആയിരിക്കണം മക്കളെ. എന്റെ പ്ലീസ് ദൈവത്തിനാണ് ചെയ്യുന്ന പണി വൃത്തിക്ക് ചെയ്ത് കൊടുത്തതാണ്, ഒരു കുഴപ്പമില്ല. നല്ല ഉഗ്രം കഴുതയായി. ലൈഫിലുള്ള ഇതുപോലെ താഴെ ചെയ്തിട്ടില്ലേ? കണ്ടോ? ഇപ്പൊ കണ്ടോ? കാണിച്ചു ലൈഫില് ചെയ്തിട്ടില്ലേ? നീ ചെയ്തെന്താണ്? ബൂട്ടാൻ തടിയോ? കണ്ടോ? ആക്ഷൻ. ഒത്തിരി കുഴപ്പം കൂടി ആയിപ്പോയിട്ടാ. ഇവിടെ കൊത്തിക്കണം. ഇപ്പുറത്തോ അവിടെ മര വീണവരാണ് സീനായത്. ഇത് കുഴപ്പമില്ല. അവിടെ കൊത്തി കൊടുത്താ നീ പീടുണ്ടാക്കണം. നീ പതുക്കെ നീ ഉണ്ടാക്കി വെച്ചാൽ മതി. നീ
മുകളില് രണ്ടല്ല. ഓക്കെ ഓക്കെ. അടിഭാഗം എടുത്താണോ നമ്മളെ ഏടാ? ആ അതാ ഓഫീസ് ആണ്. ഓഫി 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 ആളെ കാണണ്ടാ. നമ്മുടെ ചെറുക്കന് പണി പഠിച്ചാൽ കൊറേ ആൾക്കാർ പറയുന്നു ഇവിടെ കുറച്ച് ഒരു പൊട്ടിക്കടവനെ ഇവിടെ ശക്കല ഒരു പൊട്ടിക്ക് തോന ഇറങ്ങല്ലേ. ഇല്ലല്ല, ഞാൻ അതാ നേരത്തെ ഒരു നൈസ് ഒരു ഇത് കൊണ്ടാ നീ അവിടെ കുഴപ്പമില്ല. ഇവിടെയാണ് സത്യമായ കണക്ട്, ഇവിടെയാണ് സത്യമായ കൊണപ്പം. ഇവിടാണ് ഇനി കേറല്ലേ, ഇവിടത്തെ മാത്രം ചെറുതാണ്. ഇത്ര ഈ ഒരു കേറ്റിന് മാത്രം ശകലം താക്കണം. റെഡിയായി റെഡിയായി. മതി മതി എന്റെ അമ്മയുടെ കത്തിയിട്ട് മതി. ഇനി അപ്പുറത്തെ സൈഡിൽ അറിയാണോ? ഇവിടെ കത്തിയിട്ടില്ലേ? അവിടെ കത്തിയത് ഞാൻ മുറുക്കാൻ കഴിച്ചില്ല. ഇല്ല, അവിടെ വെച്ചില്ല, കത്തി വെച്ചില്ല. അവിടെ ഇവിടെ മഹേഷണ്ണ നിങ്ങൾ മറ്റേ മുറുക്കാൻ മാറ്റി തിന്നാന്ന് ചോദിക്കരുത്. ടിഷ്യൂ പേപ്പർ കുറവാണ്. പതുക്കെ ഉണ്ടാക്കടാ. ബ്ലേഡിന്റെ മൂർച്ച പോയി. പിന്നെ ബ്ലേഡ് ഇല്ല, അടിക്കാൻ ബ്ലേഡ് പറഞ്ഞത് മാറ്റിക്കണം. അത് കണ്ട പിന്നെ മറ്റു പോകും. നീറ്റ ബ്ലേഡ് നമ്മുടെ ചെവിയിട്ട് പറണ്ടല്ലട മക്കളെ. ബ്ലഡ് പൊടിയണ നമുക്ക്. അങ്ങനെ നമ്മളെ പയ്യൻ ഒരുവിധമൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പൊ ചെയ്യുന്നുണ്ട് പണി. ഈ പണി ചെയ്തില്ല, പണി കൊടുത്തില്ല എന്ന് ആരും പറയും. നമ്മളെ ശിഷ്യനൊക്കെ ഇപ്പൊ ഒരുവിധം സെറ്റായി. ഈ നാളത്തെ ഹീറോ പയ്യന്മാരെ ഹീറോ. ഇപ്പൊ അപ്പൂപ്പന്മാര് മൊത്തം നമ്പർ കൊടുത്തു ഇല്ലടാ. പതുക്കടാ. അതല്ലേ പറഞ്ഞു. ഏതൊരു പ്രായത്തിന് മൂത്തൊരു വന്നാലും കേട്ടറാണല്ലേ, അവരെ ബഹുമാനിക്കാൻ പഠിക്കണം കേട്ടോ. അല്ല ഞാൻ തമാശ തന്നെയല്ല, സീരിയസ് ആയിട്ടാണ്. ഞാൻ തമാശ തന്നെയല്ല, സീരിയസ് ആയിട്ടാണ്. നിനക്ക് അതാണ് ഏറ്റവും കൂടുതൽ കുറവ്. നീ അവിടെ മിണ്ടൂല കേട്ടാ. പയ്യന്മാര് പിന്നെയല്ലേ, അവരെയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ കളയരുത്. കയറി വരുമ്പോഴത്തേക്ക് മാമ ഒന്നീ കയറി ഇരിയെന്ന് പറയണം. അത് എന്തെങ്കിലും പറഞ്ഞ അവിടെ കയറ്റി ഇരുത്താവണം നോക്കണം കേട്ടാ. കേട്ടാ എനിക്കിത് മതി മതി. അത് ഇത് എന്നെ ബാക്ക് കാണിച്ചെന്താ ഇത്ര മതിടാ മക്കളെ, ഇത് മതിടാ. തലയിൽ ഇനി പിടിച്ചിട്ടാണ് ഇത് മൊത്തം ഇങ്ങനെ പിടിച്ചിട്ടാ മസാജ് ചെയ്തെന്താ. വെള്ളം അടിയടാ കഴുതേ, ഒന്ന് വെള്ളം അടിയടാ. നിനക്ക് എല്ലാത്തിനും കഴപ്പില്ല. രാവിലെ 8:30 തുറക്കാൻ കഴപ്പ്, എനിക്ക് മുടിയിൽ വെള്ളം അടിക്കാൻ കഴപ്പ്, ചോറ് തിന്നാൻ പോകാൻ കഴപ്പ്. ഈ സോന്ന് ആർക്കും വേണം കൊടുത്തേക്കത്. അതെനിക്ക് അങ്ങോട്ട് പോകാൻ എന്റെ നാട്ടില്. നിങ്ങൾ മന്ത് വെട്ടിയിട്ടുണ്ടോ? പറ്റ അവസാനമായിട്ട് വെട്ടിയെന്ന്. മന്തി വെട്ട മന്ത് വെട്ട് പറ്റ അവസാനമായിട്ട് വെട്ടിയെന്ന്. ഞാൻ അങ്ങനെ പറ്റ വെട്ടതല്ലേ. വെട്ടിയിട്ടുണ്ടോ അവസാനമായിട്ട് ആരെങ്കിലും? ഇല്ല ഇല്ല, മൊത്തത്തിൽ വാടാ കൈ. നിന്റെ ഈ കലാപരികളിലൊക്കെ വെച്ചിട്ടാണ് നീ സത്യം പറഞ്ഞ ഇറക്കാത്തല്ലേ വെളിയിലോട്ട്. ഇടയ്ക്ക് ദ്വീപ് സത്യം പറഞ്ഞ പുളകം കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണും മേച്ചൊരുവി കൊള്ളാടാ. ഇവിടെ കാണാൻ പറ്റില്ല. നിന്റെ അച്ഛൻ ചുണ്ണാൻ പോലും ഇവിടെ കാണിച്ചത്. ആ കൊള്ളാടാ ആളെ, കൊള്ളാടാ കൊള്ളാം. സീരിയസ് സീരിയസ് കൊള്ളാം. വൃത്തിയായി. ഇത്
മെയിനായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാനായിട്ട് ഇങ്ങനെ പറഞ്ഞു ചെയ്യും ഒരുത്തമ്മ ഇങ്ങനെ പറഞ്ഞു ചെയ്യിപ്പിക്കുക. അത് തലക്കിട്ട് അടിച്ച് പറ്റിച്ചെന്നിട്ട് പറയും. താടി ഉണ്ട്. ആ താടിനെ കാണിച്ചാൽ നീ ഇങ്ങനെ സൈഡ് വെച്ച് കാണിച്ചാൽ കൊള്ളാം. നീ ഇത് എവിടെ കൊണ്ടുവന്ന കണ്ണാടി ഉണ്ടാക്കി പിടിക്കുന്നത്? നീ ഇപ്പുറത്തോട്ട് പിടി, തിരിച്ചോ. ആ അടുത്തോട്ടോ ഈ സൈഡിലോ അടുത്തോട്ടോ. ഇങ്ങനെ വായിൽ കൊള്ളാം. വരച്ചു വെച്ചാൽ ആര് വരച്ചു കൊള്ളാം. വേറെ രാജോട്ടൊരു പിടിയോ പിടിച്ചാലേ വേണ്ട, എനിക്ക് അതിൻ്റെ നമുക്ക് ഇത്ര മതി. ഒന്ന് നിന്നത്തെ വെട്ടാൻ വേണ്ടിയുള്ള പരിപാടിയിൽ നമ്മൾ ഇത് മൊത്തം കാണിച്ചത്. അങ്ങനെ എൻ്റെ പുള്ള ഒരുവിധം പണിയൊക്കെ പഠിച്ച് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ നിന്ന ഫോട്ടോസ് മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കടയിനെ കൊണ്ട് ആരും ലൈക്ക് ഇടാൻ പോയി. പക്ഷെ നമുക്ക് ആരും ലൈക്ക് ചെയ്തതിന് കുഴപ്പമില്ല. എല്ലാവരും സത്യം ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തത് ഇല്ലേ? ആര് ചെയ്യാൻ നമുക്ക്, നമ്മൾ നടനൊന്നും അല്ലല്ലോ. എന്നാലും ശരി, ഇപ്പൊ എൻ്റെ പുള്ള വെട്ടിയതാണ് മതി. ബാക്കൂടെ കാണിച്ചു വിട്രാ. അപ്പോൾ വെട്ടിയതാണ്. കുഴപ്പമില്ല, ക്ലിയർ പണി, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഓക്കെ ഗൈസ്. ഈ വീഡിയോ എങ്ങനെ എടുക്കും? സേവ് ചെയ്തിട്ട് നമ്മളിത് കൊടുക്കുന്നത് എങ്ങനെയാടാ?